ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയരായ എല്ലാ സുഹൃത്തുക്കളെയും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നതിനെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് സാധാരണ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വിഷയമാണ്. അതായത് ഋഷി പഞ്ചമി. എന്താണ് ഋഷി പഞ്ചമി? ഇതേക്കുറിച്ച് അറിവുള്ളവരും ധാരാളമുണ്ട്, അറിവില്ലാത്തവർ അതിനേക്കാൾ കൂടുതലായുണ്ട്. എല്ലാവർക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഋഷി പഞ്ചമി ചുരുക്കി പ്രതിപാദിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത് ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്ന് അറിയിക്കുകയാണ്. ഋഷി പഞ്ചമി. എന്താണ് ഋഷി പഞ്ചമി? നമ്മൾ ഭാദ്രപദ മാസത്തിലെ, അതായത് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമിയാണ് ഋഷി പഞ്ചമിയായി ആചരിക്കുന്നത്. അതായത് ഇത് വിശ്വകർമ്മദേവനുമായി ബന്ധപ്പെട്ട ഒരാചാരക്രമമാണ്. ഋഷി പഞ്ചമി വിശ്വകർമാവിൻ്റെ മാനസപുത്രന്മാരായ പഞ്ചഋഷികൾ, അതായത് മനു, മയൻ, ശില്പി, ത്വഷ്ടാവ്, വിശ്വജ്ഞൻ, ഈ പഞ്ചഋഷികൾ നിരന്തരമായി വിശ്വകർമ്മദേവനെ തപസ് ചെയ്യുകയും നിർഗുണ നിരാകാരമായിരിക്കുന്ന ആ പരബ്രഹ്മതത്വം, ആ വിശ്വകർമ്മ തത്വം, അതായത് വിശ്വമയ ബ്രഹ്മതത്വം സഗുണ സാകാരത്വം പൂണ്ട് പഞ്ചഋഷികൾക്ക് പ്രത്യക്ഷമായ ആ പുണ്യദിനമാണ് യഥാർത്ഥത്തിൽ ഋഷി പഞ്ചമി. ഈ ഋഷി പഞ്ചമി വളരെയേറെ പ്രാധാന്യത്തോടുകൂടി ഹിന്ദു സമാജം കാലങ്ങളായി ആചരിച്ചു വരുന്നതാണ്, ആഘോഷിച്ചു വരുന്നതുമാണ്. ആഘോഷത്തെക്കാൾ ഉപരി ആചാരങ്ങൾക്കാണ് പ്രാധാന്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വകർമ്മ ദേവൻ ആരാണ്? യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതത്വമായ സാക്ഷാൽ ബ്രഹ്മതത്വമാണ് യഥാർത്ഥത്തിൽ വിശ്വകർമ്മതത്വം. അത് ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ രണ്ട് രൂപത്തിൽ കുടികൊള്ളുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒന്ന് നിർഗുണ നിരാകാരമായി, സഗുണ സാകാരമായി. അതിൽ നിർഗുണ നിരാകാരം, നിരാകാരം എന്ന് പറഞ്ഞാൽ ആകാരമില്ലാത്തത്, ആകൃതി ഇല്ലാത്തത് എന്ന് സാരം. നിർഗുണം എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തത് എന്നാണ് പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ വേദാന്തത്തിൽ നിർഗുണ ശബ്ദത്തിന് അർത്ഥം ഗുണാതീതം എന്നാണ്. എല്ലാ ഗുണങ്ങൾക്കും ഉപരിയായി വർത്തിക്കുന്ന ആ നിർഗുണ ബ്രഹ്മതത്വം സഗുണ സാകാരത്വം വഹിച്ചപ്പോൾ അത് വിശ്വകർമ്മദേവനായി മാറി. യഥാർത്ഥത്തിൽ വിശ്വത്തിൻ്റെ അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെ കർമ്മവ്യവസ്ഥയ്ക്ക് ആധാരഭൂതമായ സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരനാണ് സാക്ഷാൽ വിശ്വകർമ്മദേവൻ. ആ വിശ്വകർമ്മദേവൻ അത് വളരെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായും അത് ബ്രഹ്മതത്വമാണ്. അതുകൊണ്ടാണ് വിശ്വമയ ബ്രഹ്മാവാണ് വിശ്വകർമാവ്. അപ്പോൾ വിശ്വകർമാവിൻ്റെ മൂലമന്ത്രം തന്നെ യഥാർത്ഥത്തിൽ എന്താണ്? ഓം വിരാട് വിശ്വബ്രഹ്മണേ നമ എന്നാണ്. അങ്ങനെ നിരന്തരമായി വിശ്വകർമ്മദേവനെ ഭജിക്കുന്നു. ആരാ വിശ്വകർമ്മദേവൻ? ദേവശില്പിയാണ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം.
ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിർഗുണ നിരാകാരമായിരിക്കുന്ന ബ്രഹ്മതത്വം സഗുണ സാകാരത്വം വഹിച്ചപ്പോൾ അത് വിശ്വകർമ്മദേവനായി. അത് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത് അഷ്ടവസുക്കളിൽ 8ാമനായ പ്രഭാസന്റെ പുത്രനാണ് വിശ്വകർമ്മദേവൻ എന്നാണ്. ആരാ പ്രഭാസൻ? പ്രഭാസൻ, ഭാസ് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ എന്ന് സാരം. പ്രഭാസൻ പ്രകർഷേണ പ്രകാശിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ എന്തായിരിക്കും? തത്വരൂപേണ നമ്മളൊന്ന് ചിന്തിച്ചാൽ പ്രഭാസൻ, ഭാസ്കരൻ പ്രകാശിക്കുന്നത് കൊണ്ടാണ്, സ്വയം പ്രകാശിക്കുന്നത് കൊണ്ടാണ് സൂര്യന് ഭാസ്കരൻ എന്ന പേര് തന്നെ കിട്ടാൻ കാരണം. അപ്പോൾ ഈ ബ്രഹ്മതത്വം, ആത്മജ്ഞാനം അത് ബ്രഹ്മതത്വമാണ്. അപ്പോൾ ഈ അറിവിനെ, അത് തൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ഒരു തത്വമുണ്ടല്ലോ, ഹരിനാമകീർത്തനത്തിലൊക്കെ പറയുന്നുണ്ട്, അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ്, അതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ. അർക്കൻ, അനലൻ ആദിയായ വെളിവൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ ദർശിക്കാൻ കഴിയുന്ന കണ്ണ്, അത് നമ്മുടെ ബാഹ്യചക്ഷുസുകളാണ്. ആ കണ്ണിന് കണ്ണുണ്ട്, അതാണ് മനമാകുന്ന കണ്ണ് അഥവാ മനസ്സാകുന്ന കണ്ണ്. ആ മനക്കണ്ണിനും കാഴ്ച കൊടുക്കുന്ന ആ ചൈതന്യമുണ്ടല്ലോ, അത് തന്നെയാണ് സാക്ഷാൽ ആ പരമചൈതന്യം. ആ ചൈതന്യത്തിൽ അത് താനാണ്, തൻ്റെ ഉള്ളിലുള്ള ആ പരമചൈതന്യമാണ് എന്നറിയുമ്പോൾ, അനുഭവവേദ്യ അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ പരമാനന്ദ, ആ ആനന്ദ അനുഭൂതി, അതാണ് ശരിക്കും ഇവിടെ പ്രഭാസൻ എന്ന് പറയുന്നു. പ്രകർഷേണ ഭാസിക്കുന്നത്, അതായത് പ്രകർഷേണ പ്രകാശിക്കുന്നത്. ആ ആത്മതത്വം, ആ ആത്മതത്വത്തിൽ നിന്ന് ഉത്ഭൂതമായ സഗുണ സാകാര മൂർത്തി തന്നെയാണ് ഇവിടെ വിശ്വകർമാവ് അഥവാ വിശ്വമയ ബ്രഹ്മാവ്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. വിശ്വകർമ്മദേവന്റെ മൂലമന്ത്രം തന്നെ ഓം വിരാട് വിശ്വബ്രഹ്മണേ നമ എന്നാണ്. അപ്പോൾ ഈ തത്വം അറിഞ്ഞ്, അതുപോലെ ഋഷി പഞ്ചമി തത്വവും ഈ രഹസ്യങ്ങളും സാധാരണക്കാരിൽ എല്ലാവരിലും എത്തിക്കുവാൻ, അതുപോലെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ, ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും സാദര നമസ്കാരം.